കാപ്പ കേസിൽ തടവിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു സത്യപ്രതിജ്ഞ. മേയർ വി. രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലറും അയോഗ്യരാകാൻ പോകുന്നില്ലെന്നും 5 വർഷവും നന്നായി തന്നെ ഭരണം മുന്നോട്ട് പോകുമെന്നും വി. രാജേഷ് പറഞ്ഞു. പൂർവ്വം പുറത്തുനിന്നും ഭാഷകളെയോ അവതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗികത്വവും യഥാർത്ഥയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും ആവശ്യം വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി. രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതിനാലാണ് സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇതിനിടെ കാപ്പ കേസിൽ ജയിലിലുമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താൻ കോടതി അനുമതി നൽകിയത്. ഈ ടേമിൽ ആരും അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിക്കാനുള്ളൂ. കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ആർ. സുഗതൻ ജയിലിൽ തന്നെ തുടരും. അതേസമയം 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സുഗതൻ 3ാമത്തെ കൗൺസിലിലും എത്തിയില്ലെങ്കിൽ അയോഗ്യനാവും. ജയിലിലെ സത്യപ്രതിജ്ഞ നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന വിമർശനം കോൺഗ്രസും CPIM ഉന്നയിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.